ഭരത്ഗഞ്ച് എന്നു പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ജീത്തു എന്നു പറഞ്ഞൊരാൾ തന്റെ ഭാര്യ ഷീലയുടെ കൂടെ ജീവിച്ചിരുന്നു. ജീത്തു ആ ഗ്രാമത്തിൽ പായസത്തിന്റെ വ്യാപാരം ചെയ്താണ് തന്റെ ജീവിതം ജീവിച്ചിരുന്നത്. ജീത്തുവിന്റെ കടയുടെ നേരെ ഓപ്പോസിറ്റ് രവിയും പായസ വ്യാപാരം ചെയ്യുന്നുണ്ടായിരുന്നു. പായസം വാങ്ങിച്ചോളൂ, നല്ല രുചിയുള്ള പായസം വാങ്ങിച്ചോളൂ. കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിറയെ സന്തോഷമുണ്ടാവും. ഈ ലോകത്തിലുള്ള ഏറ്റവും നല്ല പായസം ഞാൻ മാത്രം ഉണ്ടാക്കുന്നത്. രുചി എന്താ അറിയണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്റെ പായസം കഴിക്കണം. വരൂ വരൂ. പൊതുവെ ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും രവിയുടെ കയ്യിൽ നിന്നാണ് പായസം വാങ്ങുന്നത്. അതിൽ ദുഃഖിതനായ ജീത്തു തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ സമയം രവി ജീത്തുവിനെ വിളിച്ചു. ജീത്തു, ഇവിടെ നോക്കൂ ജീത്തു, കുറച്ചെങ്ങോട്ട് വാ. എന്തു പറ്റി? നിനക്കിന്ന് എന്താ വ്യാപാരം നടന്നില്ലേ? എന്തെന്ന് പറയാനാ രവിച്ചേട്ടാ, നിങ്ങൾ എപ്പോഴും ഈ പായസം കട തുടങ്ങിയിട്ടുണ്ടോ അപ്പൊ തൊട്ട് എന്റെ അടുത്ത് ആരും പായസം വാങ്ങാൻ വരുന്നേ ഇല്ല. എടാ, എനിക്കും മനസ്സിലാവുന്നുണ്ട്, പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നു. ഒരു കാര്യം ചെയ്യാം, പായസം വിൽക്കുന്നതിന് പകരം വേറെ നിങ്ങൾ വിൽക്കാൻ തുടങ്ങിക്കോളൂ. കാരണം എന്നെക്കാട്ടും നല്ല പായസം നിങ്ങൾ കൊണ്ടുണ്ടാക്കാൻ പറ്റില്ല. പിന്നെ കുറച്ചായിട്ട് നിങ്ങളുടെ വ്യാപാരം തന്നെ നിന്നു പോവും. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നിങ്ങൾ എങ്ങനെ ഭക്ഷണം കൊടുക്കും? നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടുപോയ പായസം കൊണ്ടാണോ? ജീത്തു വളരെയധികം വിഷമത്തോടെ തന്റെ വീട്ടിലേക്ക് നടന്നു. ജീത്തുവിന്റെ ഭാര്യ ഷീല ജീത്തുവിനെ കണ്ട് അദ്ദേഹത്തോട് എന്താണ് ചോദിച്ചതെന്നോ? എന്താ നിങ്ങൾക്ക് പറ്റിയത്? എന്തിനാ ഇത്രയധികം ദേഷ്യം? ഇപ്പൊ എന്ത് പറയാനാ ഷീല? എപ്പ വന്നിട്ട് രവി വന്നിട്ട് അവന്റെ പായസം കട തുടങ്ങിയിട്ടുണ്ടോ അപ്പൊ തൊട്ട് എന്റെ കടയിൽ വന്നിട്ട് ആരും പായസം വാങ്ങാൻ വന്നിട്ടേ ഇല്ല. അങ്ങനെ അവന്റെ പായസത്തിൽ എന്താ കലക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാരും അവന്റെ അടുത്ത് വന്നിട്ടാണ് പായസം വാങ്ങുന്നത്. നിങ്ങൾ വിഷമിക്കണ്ട, ദൈവം എന്തായാലും നല്ലൊരു മാർഗം കാണിക്കും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. രവി ആണെങ്കിലോ മറ്റൊരു ഗ്രാമത്തിൽ മരുന്നുകൾ വിൽക്കുന്ന സുശീലിനെ കാണാൻ പോയി. എടാ സുശീൽ, ആ നഗരത്തിലുള്ള മരുന്ന് തന്നേക്ക്. ആ പായസം ഇനിപ്പുണ്ടാക്കുന്ന മരുന്നാണ്. ഞാൻ തീർച്ചയായിട്ടും തരാം. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം. ഒരു പക്ഷെ നീ പായസത്തിൽ അധികമായിട്ട് കലർന്നിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് സൂക്കേടുണ്ടാക്കും. അറിയാം. ഞാൻ എന്തിനാ പായസത്തിൽ ഇത്ര അധികം കലക്കാൻ പോകുന്നത്? രവി നഗരത്തിലെ കടയിൽ നിന്നും വാങ്ങിയ ആ കെമിക്കൽ പായസത്തിൽ ചേർത്തു. അതുകൊണ്ട് തന്നെ പായസത്തിന് കൂടുതൽ സ്വാദേറി. അങ്ങനെ ഒരു ദിവസം ജീത്തു നദിയുടെ കരയിൽ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് തന്നെ താൻ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. എന്റെ അച്ഛനുള്ളത് വരെ നമ്മുടെ പായസ കട എത്ര ഭംഗിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പായസ കട എന്ന് എന്റെ അടുത്തുണ്ടായിരുന്നോ ആരും എന്റെ അടുത്ത് പായസം വാങ്ങാൻ വരുന്നേയില്ല. ഒരു പക്ഷെ ഇതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നാൽ ഞാനും എന്റെ ഭാര്യയും വളരെ തന്നെ ഞങ്ങൾ കഷ്ടപ്പെടാൻ പോകുന്നുണ്ടല്ലോ. അപ്പോഴാണ് നദിക്കരയിൽ വീണ ഒരു മീന് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത് ജീത്തു കണ്ടത്. ഒരു പക്ഷേ ഈ മീന് അറിയാതെ തന്നെ നദിയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടാവും. ഞാൻ വീണ്ടും തന്നെ ഇതെടുത്ത് വെള്ളത്തിൽ അങ്ങ് ഇട്ടേക്കാം. ജീത്തു ആ മീനിനെ എടുത്ത് നദിയിലേക്ക് വിട്ട ഉടനെ അത് സുന്ദരിയായ ഒരു കടൽ ദേവതയായി മാറി. ആ ദേവിയുടെ തലയിൽ നിറയെ റോസ് പൂക്കൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് നന്ദി, നിങ്ങൾ എന്നെ സഹായിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു സന്യാസി എന്നെ ശപിച്ചതാണ്. അദ്ദേഹം എന്താ പറഞ്ഞതെന്നോ? എന്നാണ് ഒരു നന്മയുള്ള മനുഷ്യൻ നിന്നെ സഹായിക്കുന്നത് അന്ന് മാത്രമേ നിനക്ക് ശാപമോക്ഷം കിട്ടുകയുള്ളൂ എന്ന്. ഇന്ന് നിങ്ങൾ വന്ന് എന്നെ സഹായിച്ചതുകൊണ്ട് എനിക്ക് ശാപമോക്ഷം കിട്ടി. നിങ്ങൾക്ക് ഒരുപാട് നന്ദി ജീത്തു. പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ നിങ്ങളെ സഹായിക്കാം. ഒരു പക്ഷെ നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ എനിക്ക് ഒറ്റൊരു സഹായം ചെയ്താൽ മതി. എന്റെ പായസം നന്നായിട്ട് വിൽക്കാൻ മാത്രം സമ്മതിച്ചാൽ മതി. ആ കടൽ ദേവത തന്റെ കിരീടത്തിലുണ്ടായിരുന്ന ഒരു റോസ് പൂ എടുത്ത് ജീത്തുവിന് കൈമാറി. ഇത് നിങ്ങൾ വെച്ചോളൂ. ഈ റോസാപ്പൂവിലെ ഓരോ ഇതളും എടുത്ത് നിങ്ങളുടെ പായസത്തിൽ ചേർക്കൂ. എന്നിട്ട് നിങ്ങളത് വിറ്റോളൂ. ഇത് ഒരു സാധാരണ റോസാപ്പൂവല്ല. ഇത് നിങ്ങൾ നിങ്ങളുടെ പായസത്തിൽ ചേർത്താലുണ്ടല്ലോ, നിങ്ങളുടെ പായസം ഈ ലോകത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായ പായസമായി മാറും. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ നന്മയുള്ളതായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രവൃത്തി വിപരീതമായി മാറും. ജലദേവത ഇതും പറഞ്ഞു പോയി. അതിനുശേഷം ജീത്തു ആ റോസാപ്പൂവും എടുത്ത് തന്റെ വീട്ടിലേക്ക് നടന്നു. പിറ്റേ ദിവസം പ്രഭാതമായി. രവിയും ജീത്തുവും തങ്ങളുടെ പായസക്കട തുറന്നു. ജീത്തു തന്റെ പായസത്തിൽ ആ റോസാപ്പൂവിന്റെ ഇതളുകളെടുത്ത് വിതറി.
രുചിയുള്ള പായസം ഇവിടെയാണ് ഉള്ളത്. മായമുള്ള രോജാപ്പൂ പായസം ഇവിടെ ഉണ്ട്. രുചി കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ സന്തോഷമാക്കും. രോജാപ്പൂ പായസം എല്ലാവർക്കും ഉള്ളതാണ്. വരൂ വരൂ, എല്ലാരും വന്ന് രോജാപ്പൂ പായസം കഴിക്കൂ. ഇത് എന്തുപോലുള്ള ഒരു പായസമാണ്? ഇതിനു മുമ്പ് ഇതുപോലൊന്നും കഴിച്ചിട്ടേ ഇല്ലല്ലോ. രോജാപ്പൂ പായസോ? ഞാൻ ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടേ ഇല്ലല്ലോ. ശരി വാ, നമുക്ക് പോയി കഴിച്ചു നോക്കാം. രണ്ടുപേർ ജീത്തുവിന്റെ കടയിലേക്ക് പോയി. ആടാ ജീത്തു, എനിക്ക് കഴിക്കാൻ കുറച്ച് തരുമോ? ഈ രോജാപ്പൂ പായസം ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടേ ഇല്ലല്ലോടാ. ശരി, ഇപ്പൊ തന്നെ അങ്ങ് തന്നേക്കാം. ജീത്തു രണ്ടുപേർക്കും ഓരോരോ പ്ലേറ്റ് പായസം കൊടുത്തു. അത് കുടിച്ച ഉടനെ രണ്ടുപേർക്കും വളരെ അത്ഭുതമായി. ഷെടാ, ഇത് വളരെ നല്ല രുചിയുള്ള പായസം തന്നെയാണല്ലോ. ഇങ്ങനത്തെ ഒരു പായസം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. നീ പായസത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഇതുപോലുള്ള രുചിയുള്ളത് ഒന്നും കഴിച്ചിട്ടേ ഇല്ല. ഇവിടെ നോക്ക്, താ, ഇന്ന് എനിക്ക് 2 പ്ലേറ്റ് വേണം. ഇന്ന് ദിവസം മുഴുവനും ഞാൻ പായസേ കഴിക്കാൻ പോകുന്നുള്ളൂ. എടാ എനിക്കും താ, എനിക്ക് ഇന്ന് 2 പ്ലേറ്റ് വേണം. ജീത്തു അവർക്ക് റോസാപ്പൂവിന്റെ പായസം കൊടുത്തു. അങ്ങനെ പതുക്കെ പതുക്കെ ഗ്രാമം മൊത്തം ജീത്തുവിന്റെ റോസാപ്പൂ പായസത്തെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട രവി അടുത്ത ഗ്രാമത്തിലേക്ക് പോയി സുശീലിന്റെ കടയിലേക്ക് ചെന്നു. എന്നിട്ട്, എടാ സസുര, നീ എന്ത് മരുന്നാണ് തന്നിരിക്കുന്നത്? അത് ജോലിയേ ചെയ്യുന്നില്ല. എല്ലാരും ആ ജീത്തുവിന്റെ അടുത്താണ് പോയി പായസം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ ഇതിനെക്കാട്ട് അവനെ നീ നല്ല മരുന്നാണോ കൊടുത്തിരിക്കുന്നത്? ചേട്ടൻ എന്താണ് സംസാരിക്കുന്നത്? അവൻ ഇതുവരെ ഞാൻ ഒരു മരുന്ന് ഇതുവരെ കൊടുത്തിട്ടേ ഇല്ല. പിന്നെ അവന്റെ പായസത്തിനെ പറ്റിയേ ഞങ്ങളുടെ ഗ്രാമത്തെ ആൾക്കാർക്ക് എല്ലാം അറിയാൻ തുടങ്ങി. അവൻ ഈ രോജാപ്പൂ പായസം എങ്ങനെയാ ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ അവന്റെ അടുത്ത് ഒരു മായ പൂ ഉണ്ടെന്ന്. ആ പൂവിലുള്ളതൊക്കെ പറിച്ചിട്ട് അവൻ ആ പായസത്തിലിടുന്നുണ്ടേ. ഒരു പക്ഷെ അങ്ങനെ ഉണ്ടായാലും നീ ആ പൂവിന്റെ ഇതൊക്കെ തീർന്നിട്ടുണ്ടാവില്ലേ? എടോ, ഞാൻ പറയുന്ന മുഴുവൻ നീ കേൾക്കില്ലേ? ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ അതൊരു മായപ്പൂവാണെന്ന്. അവൻ എപ്പോഴൊക്കെ ആ പൂവിന്റെ ഒരു ഭാഗം പറിക്കുന്നുണ്ടോ അപ്പൊ തൊട്ട് തന്നെ വേറെ ഒരു പൂവ് അത് മുളയാൻ തുടങ്ങും. ഒരു പക്ഷേ അതാണെന്ന് കാര്യം എന്ന് വെച്ചാൽ ആ പൂ എന്തായാലും എന്റെ അടുത്ത് മാത്രം ഉണ്ടാവാൻ പാടല്ലോ. ഒരു കാര്യം ചെയ്യ്, നീ എന്നെ സഹായിക്കാൻ പറ്റുമോ? ആ ശരി, ഞാൻ നിങ്ങളെ സഹായിക്കാം. അതിനുശേഷം നീ പായസം വിൽക്കുമ്പോഴേ അതിൽ എനിക്ക് നീ ഒരു പങ്ക് തന്നിക്കണം. എന്താ മനസ്സിലായോ? ഓ തീർച്ചയായിട്ടും തരാം. തരാതെ എങ്ങനെ? നീ വന്നിട്ട് എന്നെ സഹായിക്ക്. നമ്മളെ ചേർന്ന് തന്നെ പായസം വിൽക്കേക്കാം. പിന്നെ ജീത്തുവിനെ ഈ വ്യാപാരത്തിൽ നമുക്ക് പുറത്താക്കാം. മറ്റൊരു വശത്ത് ജീത്തു പായസ വ്യാപാരം ചെയ്ത് വലിയ പണക്കാരനായി മാറി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ ഒരു ദിവസം രവിയും സുശീലും ജീത്തുവിന്റെ വീടിന്റെ ജനലിൽ സമീപം നിന്ന് അദ്ദേഹവും ഭാര്യയും സംസാരിക്കുന്നത് കേട്ടു. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ തീർച്ചയായും ദൈവം നമ്മളെ സഹായിക്കുമെന്ന്. അതെ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ സഹായത്തിന് വേണ്ടിയാണ് ആ നദി മാലാഖ നമ്മളെ കാണിച്ചത്. പിന്നെ അവര് എനിക്ക് ഈ രോജാ പൂവും തന്നു. പിന്നെ ഇവിടെ നോക്ക്, ഈ പൂ നീ വളരെ ജാഗ്രതയോടെ തന്നെ വെക്കണം. കിച്ചണിലുള്ള ആ പെട്ടിനുള്ള വെച്ചേക്കേ. ശരി, ഞാൻ പോയിട്ട് വരാം. ജീത്തു തന്റെ കടയിലേക്ക് പുറപ്പെട്ടു. കണ്ടോ സുശീൽ, ഇതില് ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവന്റെ പായസം ഈ പൂവിന്റെ കൊണ്ടാണ് ഇത്ര രുചിയായിട്ട് മാറിയിട്ടുള്ളത്. ശരിയല്ലേ? അത് മാത്രല്ലാതെ ഏതോ ഒരു കടൽ മാലാഖിയാണ് അവൻ ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് രവി? വേറെ എന്താണ്, ഇപ്പൊ നമുക്ക് ആ മായ രോജ പോയി അങ്ങ് മോഷ്ടിക്കണം. പിന്നെ അത് നമ്മുടെ പായസത്തിലും കലർന്നു വെക്കണം. ശരി, പക്ഷെ ആ പൂ എങ്ങനെയാ ഇപ്പൊ നമ്മൾ മോഷ്ടിക്കുക? ശരി, നീ കണ്ടോണ്ടിരുന്നോ, അത് എങ്ങനെയാ നാം മോഷ്ടിക്കുക പറഞ്ഞു തരാം. അങ്ങനെ രാത്രി സമയമായി. ആ ഇരുടായിരുന്ന രാത്രിയിൽ എല്ലാവരും ഗാഠനിദ്രയിലായിരുന്നപ്പോൾ ആ സമയം നോക്കി സുശീലും രവിയും ജീത്തുവിന്റെ വീട്ടിനുള്ളിലേക്ക് നുഴഞ്ഞു. ശരി, അവരാ രോജാപ്പൂ വന്നിട്ട് അവരുടെ കിച്ചണിലുള്ള പെട്ടിനുള്ള വെച്ചിരിക്കുക. എനിക്കും അറിയാം. രവിയും സുശീലും കിച്ചണിലേക്ക് പോയി. രണ്ടുപേരും ചേർന്ന് അളമാര തുറന്ന് അതിനുള്ളിൽ വെച്ചിരുന്ന റോസാപ്പൂ കയ്യിലെടുത്തു. ഇവിടെ നോക്ക്, ഇതാണ് ആ രോജാപ്പൂ. ഇപ്പോൾ നമ്മൾ വലിയ പൈസക്കാരനാവാൻ പോവുകയാണ്. ഇതിനു ശേഷം ജനങ്ങൾക്ക് ഞാൻ ആ മോശമായ ഗുളിക വെക്കേണ്ട ആവശ്യവും ഇല്ല. അങ്ങനെ അവർ ആ റോസാപ്പൂ മോഷ്ടിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ജീത്തുവിനും ഭാര്യയ്ക്കും ആ റോസാപ്പൂ എവിടെ നിന്നും കണ്ടെത്താനായില്ല. അയ്യോ, ഞാൻ ആ പൂവ് അടുക്കളയിൽ തന്നെയാണ് വെച്ചത്. ഇപ്പോൾ അതെവിടെയും കാണാനില്ല. ഒരു കുഴപ്പമില്ല ശീല, ദൈവം കൊടുത്തത് ദൈവം തന്നെ എടുത്തിട്ട് പോയി. എല്ലാ കാര്യം വളരെ നല്ലതിനു വേണ്ടി മാത്രമാണ്. മറ്റൊരു വശത്ത് രവിയും സുശീലും ചേർന്ന് വലിയൊരു പാത്രത്തിൽ പായസം ഉണ്ടാക്കുകയായിരുന്നു. ആ റോസാപ്പൂവിന്റെ ഇതളുകൾ മുഴുവൻ അവർ അതിൽ ചേർത്തു.
പായസം വീണ്ടും വീണ്ടും സ്വാദിഷ്ടമാവാൻ നഗരത്തിലെ കടയിലുള്ള കെമിക്കൽസും അവർ അതിൽ ചേർത്തു. എന്നിട്ട് കടയിൽ ഒരു ബോർഡും വെച്ചു, റോസാപ്പൂവിന്റെ പായസം. എന്റെ പൊന്നു രവി, നീയും വന്നിട്ട് രോജാപ്പൂ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? വളരെ തന്നെ നല്ല കാര്യമാണ്. താത്താ, ഞങ്ങള് രണ്ടുപേർക്കും ആ പായസം അങ്ങ് തന്നേക്ക്. ഹാ ഇപ്പൊ തന്നെ തന്നേക്കാം. ഈ പായസം അവനെക്കാട്ടും വളരെ നന്നായിട്ട് തന്നെ ഉണ്ടാവും. ആ 2 പേർക്കും പായസം കുടിക്കാനായി രവി കൊടുത്തു. പായസം കുടിച്ച ഉടനെ ആ 2 പേരുടെയും കണ്ണിൽ ക്രുദ്ധത നിറഞ്ഞു. ഞാൻ എന്റെ ജീവിതത്തിലെ ഇത്രയും മോശമായുള്ള പായസം കഴിച്ചിട്ടേ ഇല്ല. ഇനി ഞാൻ നിന്റെ അടുത്ത് പായസം വാങ്ങാനേ പോകുന്നില്ല. നീ നിന്റെ പായസം നീ തന്നെ അങ്ങ് വെച്ചോളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ 2 പേരും കോപത്തിൽ അവിടെ നിന്നും പോയി. രവിക്കും സുശീലിനും 2 പേർക്കും വളരെയധികം ദേഷ്യം വന്നു. ഈ പായസം കുറച്ചുപോലും നന്നായിട്ടേ ഇല്ല. എല്ലാം ആ പൂ കൊണ്ടാണ് നടന്നിരിക്കുന്നത്. അതെ, എല്ലാം ഈ പൂ കൊണ്ടാണ് നടന്നിരിക്കുന്നത്. ദേഷ്യത്തോടുകൂടി രവി ആ പൂവ് വലിച്ചെറിഞ്ഞു. ഉടനെ തന്നെ ആ ദേവത അവിടെ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ 2 പേരും വലിയ അസൂയക്കാരാണ്. ഈ അസൂയ കൊണ്ടാണ് നിങ്ങൾ നേരായ ഒരു മനുഷ്യനിൽ നിന്നും ഈ പൂവ് മോഷ്ടിച്ചത്. ഞാൻ നിങ്ങൾ 2 പേരെയും വെറുതെ വിടില്ല. നിങ്ങൾ 2 പേരും ഇപ്പോൾ തന്നെ ഒരു പൂച്ചയായി മാറുന്നതാണ്. ആ ദേവത ഇത്രയുമേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഇവർ 2 പേരും പൂച്ചകളായി മാറി. ജീത്തുവിനാണെങ്കിലോ ആ പൂവ് അദ്ദേഹത്തിന്റെ കടയിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടി.